ഒരു കാലത്ത് ദക്ഷിണേന്ത്യയുടെ ആത്മീയ തലസ്ഥാനമെന്ന് പുകൾപ്പെട്ട നാടായിരുന്നു ധർമ്മസ്ഥല എന്നത്. എന്നാൽ നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾക്ക് ചുറ്റും നിന്ന് ഉയർന്നു കേൾക്കുന്നത് ചോരമണക്കുന്ന കഥകളാണ്. ഒരു കാലത്ത് ധർമ്മം വിളയാടിയ ഈ മണ്ണിൽ ഇപ്പോൾ പൂണ്ടു വിളയാടുന്നത് അധർമ്മവും അനീതിയുമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദം മുതലാണ് ഇവിടെ ഈ ക്രൂരതകൾ സ്ഥിരം കാഴ്ചയായി തുടങ്ങിയത്. വേദവല്ലിയും പത്മലതയും മുതൽ സൗജന്യ വരെ ഇതിൻ്റെ ഇരകളായി മാറി. എത്രയോ കുടുംബങ്ങളുടെ നിലവിളി ഇവിടെ നിന്നും ഉയർന്നു കേട്ടു. സാധാരണക്കാർക്ക് ആശ്രയമായി നിൽക്കേണ്ട സർക്കാരും നിയമപാലകരും ചുമതല മറന്നു അധികാര കേന്ദ്രങ്ങളെ സഹായിക്കാനായി ಅಣಿನಿರನು. ಈಗ ಪೊಲೀಸರ ಮೇಲೆ ಆರೋಪ ಆಗ್ತದೆ, ಪೊಲೀಸರು ಯುದ್ಧ ಹಾಕಿದ್ರಿಂದ. ಮತ್ತೆ ಎಲ್ಲ ರಾಜಕೀಯ ಪಕ್ಷಗಳು ಕೂಡ ಇದಕ್ಕೆ ಸಪೋರ್ಟ್ ಇತ್ತು. ಹಾಗಾಗಿ ರೇಪಿಸ್ಟ್ಗಳನ್ನು ಯಾರು ಪ್ರಶ್ನೆ ಮಾಡಲಿಕ್ಕೆ ಇಷ್ಟ ತನಕ ಹೋಗಲಿಲ್ಲ. ಯಾಕಂತ ಹೇಳಿದರೆ ಅದು ರಿಪಬ್ಲಿಕ್ ಆಫ್ ಧರ್ಮಸ್ಥಳ. ಅದು ಅಲ್ಲಿ ಯಾವುದೇ ಕಾನೂನು, ಯಾವುದೇ ಪೊಲೀಸ್, ಯಾವುದೇ ರಾಜಕೀಯ ಯಾವುದು ನಡೆಯುವುದಿಲ್ಲ. മുൻ ശുചീകരണ തൊഴിലാളി കോടതിക്ക് മുന്നിൽ മൊഴി നൽകിയതോടെ ധർമ്മസ്ഥലയിലെ അധാർമികതകൾ പതിയെ മറനീക്കി പുറത്തു വരാൻ തുടങ്ങി. എന്നാൽ CBI സംഘത്തിന് പോലും തെളിവുകൾ ലഭിക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോയ അവിടം ഭരിക്കുന്നവർ പലരെയും നിശബ്ദരാക്കാൻ നോക്കി. ഉള്ളിലെ വേദന അടക്കിപ്പിടിച്ച ഒരു ജനത വലിയ പ്രതിഷേധവുമായി അണിനിരന്നു. ശരീരം ആഗ്രഹിച്ച് സ്ത്രീകളെ മാത്രമല്ല ഈ ക്രിമിനൽ സംഘം ഇല്ലാതാക്കിയത്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ഇവരുടെ കണ്ണു പതിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഭാവി തീരുമാനിക്കുക ഈ ഗുണ്ടാ സംഘങ്ങളാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു കൊലപാതകം, ഒരു ആക്സിഡൻറ്റ് കേസ്, അത് കൊലപാതകമാണെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിൻ്റെ പേരിൽ ഇത് കർണാടക മൂടബദ്ര സ്റ്റേഷനിലായിരുന്നു ഇത് കേസ് ആദ്യം FIR ആയത്. അവിടെ ഇത് ഹിറ്റ് ആൻഡ് റൺ എന്നും പറഞ്ഞ്, അൺനോൺ വെഹിക്കിൾ എന്നും പറഞ്ഞ് അവർ ആ കേസ് അവിടുന്ന് ഫയൽ ക്ലോസ് ചെയ്ത് അവിടെ അവർ. ധർമ്മസ്ഥലയിൽ നിന്ന് ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.